ഹലോ ഗൈസ്, നമുക്കൊരു കൊച്ചു ബർത്ത്ഡേ സെലിബ്രേഷൻ വ്ലോഗ് കണ്ടാലോ. ഇന്നെൻ്റെ കെട്ടിയോൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഇന്നെന്ന് വെച്ചാൽ മെയ് 14 പക്ഷേ കേക്ക് കട്ട് ചെയ്യുന്നത് 13 എൻ്റെ പ്ലാൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നേ. 14 വെളുപ്പിന് 12 മണിക്ക് കേക്ക് കട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ പ്ലാനെല്ലാം ചീറ്റിപ്പോയി. കാര്യം ഞങ്ങൾ പിന്നെ പ്ലാൻ മാറ്റി. അതായത് പുള്ളിക്ക് ഇതൊന്നും അറിയില്ല, പക്ഷേ ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു, എന്തൊക്കെയോ മണക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 13 എന്നോട് പറഞ്ഞു വൈകിട്ട് നമുക്ക് പോവാം, കൊച്ചി പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പ്ലാൻ മാറ്റിയപ്പോഴത്തേനും ഞാനും പ്ലാൻ മാറ്റി. ആ 13 കേക്ക് കട്ട് ചെയ്തിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിലാക്കി. പുള്ളിക്ക് കേക്ക് കട്ട് ചെയ്യുന്നൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം പുള്ളിയെ ഞാനിങ്ങനെ പറഞ്ഞു വിട്ടേക്കുക, സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിട്ടേക്കുമായിരുന്നു. അപ്പോൾ ആ നേരത്തിന് പെട്ടെന്ന് ചെയ്യണം, കാര്യം തൊട്ടപ്പുറത്തോട്ട് വരെ പോയാൽ മതി. അപ്പോൾ പെട്ടെന്നെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. കാര്യം പുള്ളിയുടെ വണ്ടിയുടെ സൗണ്ട് ഞാൻ കേട്ട്. അപ്പോഴത്തേക്കും ഞാൻ പൂവൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുമോ. ബാക്കി നമുക്ക് കണ്ടാലോ. കേക്ക് കട്ട് ചെയ്യുന്ന ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം അടുത്ത ഗിഫ്റ്റ് കൊടുക്കുന്ന ചടങ്ങാണ്. ഒരു ടീഷർട്ടും ഒരു ഫോട്ടോ ഫ്രെയിമും പിന്നെ ഒരു പെർഫ്യൂം ഞങ്ങളും കൊടുത്തിട്ട്. പക്ഷേ ആ പെർഫ്യൂം ഞാൻ ആ ടേബിളിൽ ഡെക്കറേറ്റ് ചെയ്ത് കേക്കൊക്കെ വെക്കാൻ നേരത്ത് ഞാൻ വെക്കാൻ മറന്നുപോയി. കാര്യം എല്ലാം ഞാൻ ഈ പല സ്ഥലങ്ങളിലായിട്ടാണ് വെച്ചേക്കുന്നത്. ഇപ്പം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ റൂമിലും അവിടെ ഇവിടെ എല്ലാമായിട്ടാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാര്യമേ അങ്ങ് വിട്ടുപോയി. പിന്നെ ഞാൻ ഓർത്തത് പെർഫ്യൂം ഉണ്ടായിരുന്നല്ലോ എന്ന്. അങ്ങനെ ഞാൻ പിന്നെ ഓടിപ്പോയി എടുത്തുകൊണ്ട് കൊടുക്കുമായിരുന്നു. പക്ഷേ ആ പെർഫ്യൂം ഞാൻ എനിക്ക് കൂടെയുള്ള രീതിയിലാണ് വാങ്ങിച്ചത്. അതിൻ്റെ തല്ലാണ് ഇവിടെ കാണുന്നത്. എനിക്കിതാ ഇതിൻ്റെ ഇതെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് എടുത്തിങ്ങനെ വെക്കാൻ വേണ്ടി നോക്കിയത്. പക്ഷെ അവൻ എടുത്തുകൊണ്ട് പോയി അവൻ്റെ അലമാരിക്കകത്തിക്കൊണ്ട് വെച്ചു. അതിന് ശേഷം ഞങ്ങൾ നേരെ കൊച്ചിയിലേക്ക് വിടുകയാണ്. ബാക്കി വ്ളോഗ് പാർട്ട് 2 പറയാം കേട്ടോ.